ആലപ്പുഴ കായംകുളത്ത് കായലിലൊരു മൃതദേഹം. പ്രായമുള്ള ഒരു സ്ത്രീയുടേതാണ്. കയ്യും കാലും കെട്ടി ആ മൃതദേഹത്തിൽ ഒരു വലിയ കല്ലൂടെ കെട്ടിവെച്ചിരുന്നു. മത്സ്യത്തൊഴിലാളികളെ കായലിൽ മീൻ പിടിക്കാൻ പോയപ്പോഴാണ് ഈ മൃതദേഹം പൊങ്ങിയും താന്നും സഞ്ചരിക്കുന്ന കണ്ടത്. അവർ പോലീസിനെ വിവരം അറിയിച്ചു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കനോക്കുന്ന് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ കൊച്ചിയിലെ 80 വയസ്സുള്ള തങ്കമ്മ എന്ന സ്ത്രീയെ കാണാതെ പോയിട്ടുണ്ട്. ഏതായാലും ഇത് തങ്കമ്മയുടെ മൃതദേഹമാണ് കായംകുളത്ത് കണ്ടതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് കായലിലാണ് കണ്ടിരിക്കുന്നത്. തങ്കമ്മ ഒറ്റയ്ക്കാണ് കനോക്കുന്ന് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ താമസിക്കുന്നത്. 80 വയസ്സുണ്ട്. ഒരു മകനും ഒരു മകളുമുണ്ട്. രണ്ടുപേരും വിവാഹം കഴിച്ച് വേറെ താമസിക്കുകയാണ്. അമ്മ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അവരുടെ അയൽവക്കക്കാർ 2-3 ദിവസമായിട്ട് ഇവരെ കാണാനില്ല എന്ന് അറിഞ്ഞു. അവർ പോയി പരിശോധിച്ചു. വീട്ടിൽ ആളില്ല. ഒരു വിവരം. അവർ സാധാരണ വെളിയിലോട്ടൊന്നും പോകുന്ന സ്ത്രീയല്ല. ഒരു മകളും മകനും അവർക്കുണ്ട്. മകളെ വിവരം അറിയിച്ചു അയൽവക്കക്കാർ. മകൾ വന്ന് വീട്ടിൽ എല്ലാം പരിശോധിച്ചു. നാട്ടുകാരും പരിശോധിച്ചു. അമ്മയെ കാണാനില്ല. കനോക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ അവർ റിപ്പോർട്ട് ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിന് ശേഷമാണ് ആലപ്പുഴ കായംകുളത്ത് കായലിൽ അമ്മ തങ്കമ്മയുടെ മൃതദേഹം കാണപ്പെട്ടത്. കണ്ട അവസ്ഥ, അവരുടെ കയ്യും കാലും കെട്ടിയിട്ടുണ്ട്. ഒരു വലിയ കല്ല് മൃതദേഹത്തിൽ കെട്ടിയിട്ടുണ്ട്. ഒരു കൊലപാതകമാണ് എന്ന് പ്രഥമ ദൃഷ്ടിയെ തന്നെ നമുക്ക് തോന്നും. ഏതായാലും പോലീസ് മൃതദേഹം കരക്കടിപ്പിച്ചു. മത്സ്യത്തൊഴിലാളികളാണ് അത് കണ്ടത്. അതിനൊരു കേസ് രജിസ്റ്റർ ചെയ്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞെങ്കിൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന്, മരണകാരണം എങ്ങനെയാണ് എന്നറിയാൻ ഒക്കുള്ളൂ. കൊന്നിട്ടാണോ ഇവിടെ കൊണ്ടുപോയി കയ്യും കാലും കെട്ടി കല്ലും വെച്ച് കെട്ടി കായലിൽ താത്തത്, ആ വഴി കായലിലെ 2-4 ദിവസം കഴിയുമ്പോൾ മൃതദേഹം അഴുകി പല ഭാഗങ്ങളായിട്ട് ചെതറിപ്പൊക്കോളും എന്നായിരിക്കാം കരുതിയിരിക്കുന്നത്. എന്തായാലും കൊച്ചിയിൽ നിന്ന് കാണാതെ പോയ തങ്കമ്മ എന്ന 80 വയസ്സുകാരിക്കാണ് ഈ ദുര്യോഗം ഉണ്ടായത്. ഈ സംഭവത്തെപ്പറ്റി മകള് പോലീസിൽ പരാതിപ്പെട്ട ശേഷം അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരവെയാണ് ആലപ്പുഴയിലെ മൃതദേഹം കാണപ്പെട്ടത്. ഒരു പ്രഥമ ദൃഷ്ടിയെ തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് തോന്നുന്നു. എന്തിനാണ് തങ്കമ്മയെ കൊന്ന് അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കായലിൽ തള്ളിയത്? കാരണം ഇത്ര ദൂരത്തിലാണ്. എറണാകുളത്തുനിന്ന് ഒഴുകി വരാൻ സാധ്യതയുണ്ടോ? അതും പോലീസ് പരിശോധിക്കുമ്പോൾ കാലാവസ്ഥ മാറ്റമുണ്ട്. അതുപോലെ തന്നെ കടൽക്ഷോഭമുണ്ട്. കായലിലെ ഓളങ്ങൾ കൂടുതൽ അടിക്കുന്ന സന്ദർഭമാണ്. മഴയുണ്ട്. പൊതുവെ കായലൊക്കെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കൊണ്ട് കല്ല് കെട്ടി താത്തത് കൊണ്ട് അവിടുന്ന് ഇത്ര ദൂരം സഞ്ചരിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് കാറിലെങ്കിലും ഇവരെ കൊണ്ടുവന്നിരിക്കണം. അത് കൊന്നിട്ട് കൊണ്ടുവന്നതാണോ അതോ പ്രായമായി ഇവരെ ആരെങ്കിലും കാറിൽ കയറിയതാണോ? ധാരാളം കാര്യങ്ങൾ ഈ കാര്യത്തിൽ പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. മകളും മകനും അമ്മയുടെ കൂടെ അല്ല താമസിക്കുന്നത്. അവർ കല്യാണം കഴിച്ചതോടുകൂടി അമ്മയായിട്ടുള്ള ബന്ധം വിട്ട് വേറെയാണ് താമസിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ കൃത്യമായ മരണകാരണം അറിയാനൊക്കുള്ളൂ. മരണപ്പെട്ട ശേഷം അവർ മൃതദേഹം നശിപ്പിക്കാനും അത് തെളിവ് ഇല്ലാതെ പോകാനും വേണ്ടി ചെയ്ത പ്രവൃത്തിയാണ്. പല ആൾക്കാരും ഇതുപോലെ മിസ് ചെയ്തൊക്കെ നമുക്കറിയാം. പലരും മൃതദേഹം കിട്ടാനുമുണ്ട്. ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് കായലിലും അവിടെ ഇവിടെയൊക്കെ പല ഭാഗങ്ങളായിട്ട് അഴുകുമ്പോൾ താന്നു പൊക്കോളും. അതുകൊണ്ടായിരിക്കണം കുറേയൊക്കെ മീനുകൾ അങ്ങ് ഭക്ഷിക്കുകയും ചെയ്യും. എന്തായാലും ഇതൊരു കൊലപാതകമാണ് എന്ന് പ്രഥമ ദൃഷ്ടിയെ തോന്നുന്നുണ്ട്. പോലീസ് ആ രീതിയിലേക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്ന് നമുക്ക് 2-3 ദിവസത്തിനകം അറിയാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്.